ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ലോഗ്സ്. അപ്പം ഇന്ന് നമ്മളൊരു താങ്ക് യു നോട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു 2-3 വീക്സ് മുമ്പ് നമ്മൾ നമ്മുടെ വ്ളോഗർ കാർത്തിക് സൂര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ അത് കിട്ടി. പുള്ളിക്കാരൻ അത് പുള്ളിയുടെ വ്ളോഗിൽ അൺബോക്സ് ചെയ്തു. അപ്പം വി ആർ സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അപ്പം നമ്മൾ തീരെ പ്രതീക്ഷയില്ല ഇത്രയും അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, ഇത്രയും അടിപൊളിയായിട്ട് കാണിക്കുന്നു നമ്മൾ തീരെ പ്രതീക്ഷയില്ല. പുള്ളി അതൊരു പുള്ളിയുടെ 2-3 വ്ളോഗിലായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ അൺബോക്സിങ് ഒക്കെ. അപ്പോൾ നമ്മൾ കാർത്തിക് സൂര്യയ്ക്കും കാർത്തിക് സൂര്യയുടെ പേരൻസിനും, അതായത് അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെ ഭംഗിയായിട്ട് പുള്ളി അത് അൺബോക്സ് ചെയ്തു. അപ്പം പുള്ളിയുടെ അച്ഛനും അമ്മയും വളരെ നല്ല രീതിക്ക് അത് സ്വീകരിച്ചു, തിരിച്ച് നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്തു. നമുക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തന്ന പോലത്തെ ഫീലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് കാർത്തിക് സൂര്യ, അച്ഛൻ, അമ്മ, തగ్గച്ഛൻ, തగ్గമ്മ. അപ്പം ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടില്ലാത്തവർ പെട്ടെന്ന് പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഓടിയോ. നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് നമ്മൾ സ്റ്റുഡിയോയുടെ സൈഡ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാക്കറ്റ് ഇരിക്കണം. എന്താ ഇത്? ആരാ നീ? ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ടീഷർട്ട് ആണെന്ന് തോന്നുന്നു. ഇത് 2 പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും ഉണ്ട്. വേണ്ട, ടു കാർത്തിക് സൂര്യ ZH അങ്ങനെയല്ലേ വായിക്കണത്? ZH വലിയ പാക്കറ്റ്. നമ്മൾ ആദ്യം പൊളിക്കുന്നതായിരിക്കും ഗൂസ് ബോക്സ് കേട്ടാ. ഒരു കത്താണ് നമുക്ക് ആദ്യം നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഓ, ഹായ് കാർത്തിക് ബ്രോ, ഐ ആം ഹൈൻസ് ക്ലീറ്റസ്, കൈൻഡ്ലി എക്സ്ക്യൂസ് മൈ മംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി, തരാൻ പറ്റിയില്ല. ഹാവ് ബീൻ സീയിങ് യു റിസീവിംഗ് എ ലോട്ട് ഓഫ് ഗിഫ്റ്റ്, ബട്ട് അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അധികം കണ്ടിട്ടില്ല. സോ തോട്ട് ഐ വിൽ ഡു ദാറ്റ് ഫോർ യു ആസ് ദേ ഡിസർവ് ഇറ്റ് വെരി മച്ച്. ബൈ അച്ഛനും അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ എടുത്താലാ? അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. അപ്പൊ അച്ഛന്റെ അമ്മയും കൂടെ പൊട്ടിക്കാം. ബ്രോ, ഐ എം എ കൊറിയോഗ്രാഫർ ബൈ പ്രൊഫഷൻ. ഐ എം ബേസിക്കലി ആൻ ഓൺട്രപ്രന്യൂർ ആൻഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. നാക്ക് നീട്ടേ മതി. വ്ളോഗിങ് നിങ്ങളെ പോലെ ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് എ റുക്കി. പിന്നെ നമ്മൾ എന്തൊക്കെ ആണെങ്കിലും സീസിങ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്, which you have mastered over the years. Kudos to all your achievements, cause it's not that easy. Thank you, Putha. Your Achan and Amma are Taggachan and Taggamma. Achanum അമ്മയ്ക്കും സർനെയിം നോക്കിട്ട് Taggachan. Our bro, that the support is something else. It's not always the financial support that matter. Moral and mental support is very important, Satya. Especially for your profession, and you are so lucky that you got such supportive Achan and Amma, and above all that, now you have such a supportive wife who enjoys life just the way you do. God bless you all. Thank you, Mutha. എന്റെ വൈഫിനോട് വ്ളോഗ് എടുത്ത് തരാൻ പറഞ്ഞാൽ വീഡിയോയിൽ ഒന്നുകിൽ എന്റെ തല കാണില്ല, അല്ലെങ്കിൽ ഉടലുണ്ടാവില്ല. നാക്ക് നീട്ടണ എമോജി. മൈ വ്ളോഗിംഗ് നെയിം ഈസ് ഫ്രീക്ക് ജീസസ്. ഓ, എന്റെ മോനെ ഫ്രീക്ക് ജീസസ്. സനുബ്രോയിനോട് ചോദിച്ചാൽ എന്നെ അറിയാമായിരിക്കും. കൊച്ചിയിൽ ഫാമിലി ആയിട്ട് ഫുഡ് സ്പോർട്സ് പോകുമ്പോൾ ഫസ്റ്റ് ഐ ഓൾവേസ് ടേക്ക് സനുബ്രോസ് ഒപ്പീനിയൻ. ഫുഡ് ഡാഡി ഫാനാണ്. ഐ ആം ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം, ബട്ട് വൈഫിന്റെ സിസ്റ്റർ ഹൗസ് കൊച്ചിയിലുണ്ട്. സോ വി ട്രാവൽ ഓൺ ആൻഡ് ഓഫ്. എനിവേ, കൂടുതൽ നീട്ടിച്ചളമാക്കുന്നത് ലവ് ഫ്രം മീ ആൻഡ് മൈ വൈഫ് സറീന ടു തగ్గമ്മ, തగ్గച്ചൻ, വർഷ, സനുബ്രോ, ഗോസ്റ്റാപ്പി, ലേഡി ഏഞ്ചൽ ആൻഡ് കാർത്തിക് ബ്രോ. ലേഡിയുടെ പപ്പീസിനെ, ഗോസ്റ്റിയുടെ പപ്പീസിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. കൊടുക്കുന്ന എപ്പിസോഡ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ് ഫോർ അസ്. ഞങ്ങൾക്ക് പലരും 1 പീസ് ടീസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഡെയർ ടു ഡ്രീം ഈസ് എ ബ്രാൻഡ് വാല്യൂ തിങ് ദാറ്റ് യു ഹാവ് ഏൺഡ് ആൻഡ് മെയ്ഡ് ബൈ യുവർ സെൽഫ്. സോ വി ഹാവ് പുട്ട് ടുഗദർ 2 ടീസ് ഫോർ യു. യു ഓൾസോ ഹാവ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ അച്ഛൻ ആൻഡ് അമ്മ ഫോർ ദ വണ്ടർഫുൾ പീപ്പിൾ ദേ ആർ. മഗിൽ ചെറിയ ഡൂഡിൽ ആർട്ട് ഫുൾ സ്വന്തമായി ചെയ്തതാ കേട്ടോ, നോട്ട് AI, ചാറ്റ് GPT ഓർ ജെമിനി. ഇതൊന്നുമല്ല, സ്വന്തമായിട്ട് ചെയ്തതാണ്. താങ്ക് യു ഫോർ റീഡിങ് അവർ ലെറ്റർ ആൻഡ് ഹോപ്പ് വിൽ മീറ്റ് സം ഡേ. പീസ്. അവർ ക്ലോത്തിങ് ബ്രാൻഡ് ZH. ഓർഡറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിത് യോനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നു. അച്ഛനും അമ്മയ്ക്കും കൂടെ ഉള്ളതല്ലേ ഗൈസ്. അപ്പൊ നാളെ അവരെയും കൂടെ എടുത്ത് പൊട്ടിക്കും. ഇന്നിപ്പോ രാത്രി ആയിപ്പോയി. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്റെ പേര് വായിക്കാൻ ഹൈൻസ് ക്ലീറ്റസ് ബ്രോ. ഈ ഗിഫ്റ്റ് എന്താണെങ്കിലും നാളെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇരുന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും.
ഈ ടീഷർട്ട് ആണെന്ന് മനസ്സിലായി. ഇതും അപ്പൊ നാളെ ഞങ്ങൾ അൺബോക്സ് ചെയ്യാം. ഇന്ന് എന്തായാലും ലെറ്റർ വായിച്ചത് ഞാനുള്ളൂ ഗൈസ്. മറ്റേ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ദിസ് മീൻസ് എ ലോട്ട് ഹൈൻസ്. നാളെ നമ്മൾ ZHന്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അച്ഛനും അമ്മയ്ക്കും എന്തായിരിക്കും എന്ന് അറിയില്ല. എന്തായാലും ഒരു കപ്പിൽ ഡൂഡിലുണ്ടെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പെട്ടിക്ക് എന്തായാലും മൊത്തം കപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ നമ്മൾ അറിയുന്നതായിരിക്കും ഗൈസ് ഗിഫ്റ്റ് എന്താണെന്ന്. അയ്യോ, എനിക്ക് എക്സൈറ്റ്മെന്റ് വന്നു തുടങ്ങി. ഇതിന്റെ അത് ടീഷർട്ട് ആവാനാണ് സാധ്യത. ഇന്നലെ അച്ഛാ ഒരു കത്ത്, അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് നമ്മുടെ ഓഫീസിൽ വന്നിരിക്കുകയായിരുന്നു. ഹൈൻസേ ക്ലീറ്റസ് ആണ് നമുക്ക് ഇത് അയച്ചത്. മലയാളത്തിൽ ഞാൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് വായിച്ചത്. അപ്പോ ഇവന് ഫ്രീക്ക് ജീസസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഇവ ഇതിൽ എഴുതിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഓരോ ഗിഫ്റ്റ് ഇത് വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് അൺബോക്സ് ഇന്നത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അച്ഛനെ തഗ്ഗച്ഛനെന്നും അമ്മയെ തగ్గമ്മ എന്നാണോ വിളിച്ചേക്കുന്നത്? തగ్గമ്മയെന്ന്. ഓക്കെ, അല്ല അച്ഛാ, തഗ്ഗച്ഛനും തగ్గമ്മയും. ഇത് രണ്ടും ടീഷർട്ട് ആണെന്ന് നമുക്ക് പിന്നെ അൺബോക്സ് ചെയ്യാം. ഇതാണ് ഗൈസ് ബൈ ദ ബൈ നമ്മുടെ മച്ചാന്റെ കാർഡ്. അവിടെ ഇരിക്കട്ടെ, പൊട്ടിക്കട്ടെ അച്ഛാ. 4 ചെറിയ പൊതികൾ, 3 പൊതികൾ. 3 ചെറിയ പൊതികൾ അച്ഛാ. ഒരു വലിയ പൊതിക്കുള്ളിൽ 3 ചെറിയ പൊതികളാണ്. അച്ഛൻ എഴുതിയിട്ടുണ്ട് ഗൈസ്, ടു അച്ഛൻ. പൊട്ടി. ഇത് ഇന്നലെ അവൻ കത്തിൽ എഴുതിയ സംഭവം തന്നെ കേട്ടാ. കവർ വേറൊന്ന് പുറത്തിറക്കട്ടെ. സുരേഷ് ബാബു ചിരിച്ചോണ്ടിരിക്കുകയല്ലേ? ശരിയാണ്, അതുകൊണ്ട് അച്ഛൻ ചിരിച്ചോണ്ടിരിക്കണ ഒരു കപ്പ് കേട്ടാ. അച്ഛൻ ഇതപ്പോ ഹാൻഡ് ഡൂഡിൽ ചെയ്തതാണ്. അപ്പൊ ഇത് വെച്ചൊന്നും ചെയ്തല്ല, അത് കത്തിനകത്ത് സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വന്തം കൈ കൊണ്ട് ഡൂഡിൽ ചെയ്തതാണെന്ന് എഴുതിയിട്ടുണ്ട്. നോക്കാം അച്ഛൻ. വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അമ്മ? മകനെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മക്കുള്ളത് പൊട്ടിക്കണ്ടേ? ഇതാ, ഇത് ടു അമ്മയാണ് കേട്ടോ. ഇത് ടു കാർത്തിക. അയ്യോ, ടു വർഷ ഇല്ലേ അപ്പം ഗൈസ്? ഇല്ല, 3 ഉള്ളൂ അതിനകത്ത്. കാർത്തികനെന്ന് പറയുമ്പോൾ വർഷയ്ക്കും കൂടിയാണെന്ന് നമ്മളായിട്ടൊരു ഒന്നിച്ച് കുടിക്കുന്നതായിരിക്കും ഗൈസ് ഈ കപ്പിൽ നിന്ന്. അതെ അതെ, കാണിച്ചു തരാം ഗൈസ്. ഇത് എനിക്കുള്ളത്, അത് അമ്മക്കുള്ളത് കേട്ടോ. എന്താണ് ഈ കറുത്ത സാധനം? ഇത് ഇവിടെ കിട്ടുന്ന വാങ്ങാൻ? പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താ ഇത് ഇതിനകത്ത്? ഞാൻ കോയിൻ വെച്ച് കിടക്കുന്നത്, എന്റെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണത്, ഐസ് ചെയ്യുന്നത്, കാട്ടുമാൻ എന്ന് വേണ്ട ഞാൻ കാവടി എടുക്കുന്നത് വരെ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് അപ്പൊ ഇതിനകത്ത് ഹാൻഡ് ഡൂഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കൈ കൊണ്ടാണ് ഡൂഡിൽ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും എഫേർട്ട് ചെയ്തിരിക്കുന്നത്. അതെ, അത്രയും സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുക. അതെ, അത് ഭയങ്കര ഇംപ്രസീവ് ആണ് ഗൈസ്. മകനെ, താങ്ക്സ് യു. നമ്മൾ പരിപൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. അല്ല, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. അത് അമ്മയുടെ അത് കുറിയുള്ള ഫോട്ടോ എടുത്താണ് കേട്ടാ. അയ്യോ, അമ്മയുടെ അത് ഭയങ്കര രസം കേട്ടാ. കാരണം അതിന്റെ ഗോസ്റ്റ് ലേഡി ഇരിക്കണ്. അടിപൊളി. തగ్గമ്മയും തങ്കച്ചനും. ഇതാണ് അമ്മയുടെ കേട്ടാ. അമ്മയുടെ സൈഡിൽ ഒരു സൂര്യൻ, എന്നിട്ട് ഇവിടെ തగ్గമ്മന്ന് ഞാൻ ക്യാമറ സൈഡിൽ ഗോസ്റ്റ് ലേഡി ഇരിക്കണ കണ്ടാ. അമ്മ ആഹാരമൊക്കെ ഉണ്ട് സൈഡില്. എന്നിട്ട് മാസ്റ്റർ ഷെഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛനും ഉണ്ട് അച്ഛൻ സൈഡില്. അച്ഛന്റെ കപ്പ് ഒന്ന് നോക്കണം. ലൈഫ് സ്റ്റൈൽ എന്തോന്ന് എഴുതിയിരിക്കണേ? പ്രൗഡ് മോം ഓഫ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന്. ഇവിടെ ആടി പൊളികളായത് ഭയങ്കര രസം കേട്ടാ. അച്ഛൻ്റെ വ്ലോഗ് ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൗഡ് ഫാദർ ഓഫ് എ വ്ലോഗർ. അച്ഛൻ്റെ ഉണ്ട് ഗോസ്റ്റ് ലേഡി. അച്ഛൻ്റെ ഉണ്ട് ഗോസ്റ്റ് ലേഡി. ഇതാണ്ടിരിക്കണ ഗോസ്റ്റ് ലേഡി. ഇതാണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ. സൈഡിൽ ചെറുതായിട്ട് അമ്മയുണ്ട്, കാറുണ്ട്, വ്ലോഗ് ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്രോൺ ഉണ്ട്. അതിന് അച്ഛന് ഡ്രോൺ തന്നേക്കണത്. നിന്റെ ഡ്രോൺ ആണല്ലേ? ലോകം, ട്രോഫി, ക്യാമറ. ഹായ്, നല്ല രസമുണ്ട് ഈ സാധനം. എനിക്കൊരു വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. അമ്മക്കൊരു വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടേട്ടാ കേസ്. അപ്പൊ ആ വെളുത്തുള്ളിക്കകത്താണ് അവന്റെ പേര് എഴുതിയിരിക്കണേ, ZH എന്ന്. അതാണ്ട് കേസ് ഒരു കുഞ്ഞു വെളുത്തുള്ളിലാണ്ട് പേര് എഴുതിയിരിക്കുന്നുണ്ടോ, ZH എന്ന്. ടടാ.
ഇഷ്ടപ്പെട്ടാച്ചാ? പിന്നെ ഇത് ഗംഭീരമായിട്ടുണ്ട്. അവൻ ശരിക്കും നല്ല സ്റ്റഡി ചെയ്തിട്ടാണ് അത് വരച്ചത്. അതെ, നമ്മുടെ സ്ഥിരം വ്യൂവർ ആണ്. പിന്നെ അത് മാത്രമല്ല, 2 ടീഷർട്ട് കൂടെ പയ്യൻ അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ടീഷർട്ട് നമ്പർ 1. ഓ, വൺ പീസിന്റെ ടീഷർട്ട് ആണ് അച്ഛാ. ഇത് ഞാൻ കാണുന്ന അനിമയാണ്, അതിന്റെ ടീഷർട്ടാണ്. താങ്ക് യു മുത്തേ. ഇത് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. വർഷം എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഗൈസ്, അവള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് വാഴ 2 സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇപ്പൊ ലേറ്റ് ആയി പോകാതിരിക്കാൻ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 15 മിനിറ്റ് മതിയല്ലോ ഒരുങ്ങാൻ. ഡെയർ ടു ഡ്രീം എന്ന് എഴുതിയ ടീഷർട്ട് അച്ഛാ. ഹായ്, അടിപൊളി കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോ ഗിഫ്റ്റുകൾ ഞങ്ങൾ വരവ് വെച്ചേക്കുന്നു. താങ്ക് യു സോ മച്ച് മുത്തേ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അല്ലേ അച്ഛാ? അടിപൊളിയായിരുന്നു. ഞങ്ങളെ മനസ്സിലാക്കിയാണ് ആ ഗിഫ്റ്റ്. അതെ, അവൻ നല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് അവൻ ആ ഡൂഡിൽ ആർട്ട് ചെയ്തേക്കുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം മോനെ. ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഗൈസ്. ഈ പയ്യന്റെ പേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾക്ക് ടീഷർട്ട് നോക്കാം. ഇതാണ് അവന്റെ പേജ് കേട്ടോ. ഡു ചെക്ക് ഹിം ഔട്ട് ഗൈസ്. ടീഷർട്ടുകൾക്കൊക്കെ വടിയിലായിട്ട് ചെയ്തു തരും ഗൈസ്. ഗെറ്റ് റെഡി ആയി ഇറങ്ങി. ഇത് നോക്കി എന്റെ 1 പീസ് ടീഷർട്ട് കൊള്ളാല്ലേ? സാഞ്ചി. അപ്പൊ എല്ലാവരും ഉണ്ട്, പേര് പറയാനൊന്നും കഴിഞ്ഞ അതാ നീ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു വെച്ചാൽ. ഗൈസ്, ഇത് ഇന്നലെ നമ്മുടെ ZH എന്ന് പറഞ്ഞ പേരില്ലേ, അവന്റെ മറ്റേ ഗിഫ്റ്റിൽ കിട്ടിയ ഡെയർ ടു ഡ്രീം ടീഷർട്ടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായില്ലേ. അതായത് ഇന്നലെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ 1 പീസിന്റെ ക്യാരക്ടർ ടീഷർട്ടും ഇതും സൂപ്പർ ടീഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവർ ഡിസൈനും മെറ്റീരിയലും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടതുപോലെ നിങ്ങളെല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വാക്കുകളും അപ്രിസിയേഷനും തന്നെയായിരുന്നു നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ്. അപ്പം എനിവേസ് ഇതിനുശേഷം ടു ബി വെരി ഓണസ്റ്റ് നമുക്ക് ഒരുപാട് കച്ചവടം കിട്ടി. അതായത് ഈ പറഞ്ഞ പോലെ ഡൂഡിൽ മഗ്സും പിന്നെ കസ്റ്റമൈസ് ടീഷർട്ട്സും ഒക്കെ കുറേ പേര് വന്നു നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഡൂഡിൽ വർക്ക്, മഗ്ഗിൽ ഡൂഡിൽ വർക്കും കസ്റ്റമൈസ് പ്രിൻറ്റിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യൂ. നമ്മൾ താഴെ നമ്മുടെ ബിസിനസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് നമ്പറാണ്, ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ മതി. ഡൂഡിൽ വർക്ക് ആണെങ്കിൽ അതല്ല ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പകുതി പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ നമ്മൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.